നമ്മുടെ DQവിൻ്റെ ഏറ്റവും പുതിയ സിനിമയുള്ള കാന്തയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. കുറച്ച് നാൾ മുമ്പ് റിലീസാവേണ്ട പടമായിരുന്നു. ലോകയുടെ സക്സസ്സിൽ ഇവർ അതെ. അപ്പോൾ അതുകൊണ്ട് പുള്ളി കുറച്ച് മാറ്റി വെച്ചപ്പോൾ നവംബർ 14 പടം റിലീസാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. നമ്മളതിൻ്റെ ടീസർ റിയാക്ട് ചെയ്തിരുന്നു. സോ ഇത് തമിഴ് പടമാണ്. മറ്റ് ലാംഗ്വേജിൽ തെലുങ്കിലും മറ്റുള്ള ലാംഗ്വേജിലൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. ബൈലിംഗ്വൽ അല്ല. ഇത് ആക്ച്വലി MK ത്യാഗരാജ് ഭാഗവതർ എന്ന് പറഞ്ഞിട്ടൊരു നടൻ്റെ, അതായത് ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്നാണ് പറയുന്നത് തമിഴിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബയോപിക്, അതെ അദ്ദേഹത്തിൻ്റെ ബയോപിക് പോലെ അതാണെന്നാണ് പറയുന്നത്. ഇതിൽ GQവിനെ കൂടാതെ നമ്മുടെ റാണ ദഗ്വതിയുണ്ട്, ഭാഗ്യശ്രീ ബോസ്, പിന്നെ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് നമ്മുടെ സമുദ്രക്കന്യ അഭിനയിക്കുന്നത്. കാരണം ഇതിന്റെ റിലീസ് നേരത്തെ വെച്ചിരുന്നല്ലേ, ലോകയുടെ ടൈമിലായിരുന്നു എന്തോ ഇതിന്റെ റിലീസ്. അപ്പോൾ ആ സമയത്ത് ലോക നല്ല സക്സസ് ആയിട്ട് ഇത് പിന്നെ വേഫെയർ പിന്നെ കോ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം കൊണ്ടാണെന്ന് തോന്നുന്നു. ചത്താപ്പച്ചി അതുപോലെ എന്തല്ലേ വേഫെയർ ഞാൻ എഡിറ്റിന്റെ സമയത്താണ് കണ്ടത്. അത് ധർമ്മ പ്രൊഡക്ഷൻസ് ഒക്കെ ഉണ്ട് അതിനകത്ത്. സോ അപ്പം നമുക്ക് കാന്തയുടെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ஒரு கதை எப்போ சொல்லணும்னு அந்த கதை தான் முடிவு பண்ணும். மாடர்ன் ஸ்டுடியோ சொன்ன வச்சு படம் எடுக்க ஒத்துக்கிட்டான், ஒத்துக்க வச்சுட்டேன். நீ யாருன்னு அந்த உலகம் பார்க்க போதும். இந்த நியூஸ் அதுக்கு அடுத்து வந்து ஃபோன் கால், எவ்ரிதிங் சேஞ்ச். யாரு? உங்க சிஷ்ய புள்ள நடிப்பு சக்கரவர்த்தி DK மகாதேவ். நாடகம் படத்தை പേരങ്ങനെ പറ്റും. അത് VFX ഷോട്ടല്ലേ? இந்த சினிமா தர பணம் பேர் புகழ் ஒன்று கிடைக்குது. இந்த படம் ஏன் கிளைமாக்ஸ் நான் சொன்னபடி தான் ரிலீஸ் ஆகும். கட்டி வைத்த வேலையை காத்திருக்கட்டும் என்று உன்னோட ஒரு வாரம். எனக்கு ஒரு சந்தேகம், இங்க எது அழகு என்று புரியவில்லை. அந்த நிலவா இல்லை உன் முகம்? துயரத்தின் போது மட்டும்தான் கண்ணீர் வருமென யார் சொன்னது? இது ஆனந்தத்தை ரொம்ப நல்லா நடிச்சேன். உங்க வார்த்தை சதுரம் நான் ஆசைப்பட்ட மாதிரி இந்த படத்தில் நடிச்சு கொடுப்பேன். சத்தியம் பண்ணி கூட குரு சத்தியம் பண்ணி கூட புரியாத முட்டா போட்டு கொடுப்பேன். நீ ஒரு முட்டாள். நடக்கிறது எல்லாம் நாடகம். ஐயா, இது உங்க படம், நான் நீங்க சொல்றதை தான் கேட்பேன். ஆக்ஷன். இதுவே இது ஒரு சினிமா செட் இல்ல, என் போலீஸ் ஸ்டேஷன். மோகன்லால் சாமி என் கை. இது நிஜமாவே பெரிய நடிகர். என்ன விளையாடுறீங்க? அதை பார்த்த விளையாட்டு எனக்கு தெரியல. இந்த படம் இன்னைக்கு முடியணும்னா இவன் கிளம்பணும் இப்போ. அண்ணனா யாரா? உன்னை அழிக்கிறதுக்கு 5 நிமிஷம் ஊதி தரல. நான் ஒன்றும் பண்ணல மர அவனுக்கு சில உண்மைகள் இருக்கிறதா இருக்குதுல்ல. கேமரா கிட்ட என் முகத்துக்கிட்ட கேமரா க்ளோஸ். വിഷ്വലി നല്ല രസമുണ്ടല്ലേ? വിഷ്വലി നല്ല രസമുണ്ട് മാത്രമല്ല, മറ്റേ എനിക്ക് ഇരുവറൊക്കെ ഓർമ്മ വന്നു. എനിക്ക് ഈ ട്രെയിലർ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നുന്ന സംഭവം അറിയാട്ടാ, ഈ റാണയുടെ ക്യാരക്ടർ വരുന്നില്ലേ, അതെനിക്ക് തോന്നുന്നു മേ ബി നമ്മുടെ ഈ പഴയ മറ്റേ റൊഷമോൻ എഫക്റ്റ് ഇല്ലേ, അതായത് ഇപ്പോൾ ഒരാൾ ഒന്നുകിൽ ഇപ്പോൾ DQയുടെ ക്യാരക്ടർ ആയിരിക്കാം, എന്തെങ്കിലും ഒരു മർഡർ ഉണ്ടാവാം, മർഡർ അല്ലെങ്കിൽ ഒരാൾ കൊല്ലപ്പെടുന്നു, അയാളെ അത് അന്വേഷണമോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പലരുടെ പെർസ്പെക്റ്റീവ് വരുമല്ലോ. എനിക്ക് ട്രെയിലർ കണ്ടുകൊണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പോയതാണ്. മ്യൂസിക് കാരണമായിരിക്കും, അറിയില്ല അങ്ങനെയാണോ പടത്തിൻ്റെ പരിപാടി നമുക്ക് പിടുത്തമില്ല. ട്രെയിലർ കണ്ടുകൊണ്ട് നമ്മൾ ജസ്റ്റ് മനസ്സിൽ തോന്നിയത് നമ്മൾ ആ ഒരു പാറ്റേണിൽ കുറേ പടങ്ങൾ കണ്ടുകൊണ്ട് ഇപ്പോൾ ഒരു പോലീസുകാരൻ വരുന്നു, അപ്പോൾ അവർ വരുന്നത് ഈ ഷൂട്ടിംഗ് സെറ്റിലേക്കാണല്ലോ. അപ്പോൾ ആ സെറ്റിൽ വന്നതിന് ശേഷം അവിടെ ഈ പറഞ്ഞ കൈൻഡ് ഓഫ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റോ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിലോ കുറേ സാധനം ഉണ്ട് അതിനകത്ത്. അങ്ങനെ ഈ കാസ്റ്റേ
എനിക്ക് റാണയുടെ മേക്കപ്പ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ പറയുന്ന ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറൈസേഷൻ ഭയങ്കര, ദുൽഖറിൻ്റെ ഫേസൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാൻ ഭയങ്കര രസമുണ്ട്. ദുൽഖറായാലും ഭാഗ്യശ്രീ ഇവർക്കൊക്കെ മറ്റേ ചുരുണ്ട മുടി കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് ചേരുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് കളറിലേക്ക് വരുമ്പോഴും ഇവർക്ക് അതും നന്നായിട്ട് ചേരുന്നുണ്ട്. അപ്പോൾ അത് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മറ്റേ ഫോറസ്റ്റ് ത്രീ വേഷയിൽ കാണിക്കുന്നത് ഇവരുടെ ഒറിജിനൽ പടത്തിന്റെ പടമാണ്, ഷൂട്ട് ചെയ്ത പടമാണ്. ബാക്കി ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് ഫ്ലാഷ് ബാക്ക് ആയിരിക്കാം, പ്രസന്റ് ആയിരിക്കും കളറിൽ, അങ്ങനെ ആവാം ചിലപ്പോൾ. അതിന്റെ ടോണാലിറ്റി പോലും ആ അഭിനയത്തിന്റെ ഒക്കെ ടോണാലിറ്റി എന്താ പറയുക, ഒരു കാരിക്കേച്ചർ ആവാതെ അവർ അന്നത്തെ ഒരു സ്റ്റൈൽ പിടിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. മീൻസ് ഇതിപ്പോൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ എനിക്ക് ഇനിഷ്യലി ഇതിങ്ങനെ ഒരു ഡ്രാമ പടമായിരിക്കും എന്നുള്ള ലൈനിലാണ് ഇരുന്നതാണ്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ചുകൂടെ രസമുണ്ട്, അത് കാണാനുള്ള ഒരു എനിക്ക് കാരണം ആ മ്യൂസിക് ആണെന്ന് തോന്നുന്നു. കാരണം ആ മ്യൂസിക് വേറെ എന്തോ മൂടുള്ള പടത്തിന്റെ മ്യൂസിക്കാണ്. ആ മ്യൂസിക് ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പീരിയഡിന് കുറച്ചുകൂടെ മോഡേൺ മ്യൂസിക്കാണ്. അത് ഈ പറയുന്ന പോലെ ഒരു എന്താ പറയാ, നമ്മൾ ആദ്യം വിചാരിച്ചത് അച്ഛൻ മകൻ എന്തോ അല്ലേ, അച്ഛൻ മകൻ മറ്റേ ഈഗോ ക്ലാഷ് ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് വേറെന്തോ കൂടി അതിനകത്തൊരു എലമെന്റ് ഉണ്ട്. ഏതോ ഇന്റർവ്യൂവിൽ കാന്തയെക്കുറിച്ചാണ് തോന്നുന്നു പുള്ളി പറഞ്ഞത്, DQ പറഞ്ഞത്. ഇത് വേറൊരു ടൈപ്പ് പടമാണ്, പക്ഷെ അത് ഒരു നോർമൽ ഡ്രാമയാണ് അങ്ങനെ പറയേണ്ട കാര്യമില്ല, വേറൊരു സംഭവമാണെന്ന് പറഞ്ഞു. അറിയില്ല എന്താ പരിപാടി നമ്മുടെ ഇത് ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഇനിഷ്യൽ ഐഡിയ ആണ്. ഞാൻ ഈ റൊഷമോനെ സംഭവം പറയാൻ കാര്യം, ഇങ്ങനെ അതിനകത്ത് ഒരുപാട് പേരുടെ ഇത് വരുന്നുണ്ടല്ലോ, ഒരുപാട് ഇൻസിഡന്റ് വരുന്നില്ലേ. അപ്പോൾ ഈ റാണയുടെ ക്യാരക്ടർ വന്നതിന് ശേഷമാണ് അത് ആ പോലീസ് അതിപ്പം മറ്റേ ഇതാവണമെന്നില്ല, ഇപ്പം മരിക്കുന്നതിനാവണമെന്നില്ല, എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംഭവം ആവാം. ഈ എന്തോ ഒരു സൈക്കോളജിക്കൽ തിയറി ഇല്ലേ, ഒരേ ഇവന്റ് നമ്മൾ 5 പേര് കണ്ട് 5 പേരുടെ ചോദിച്ചാലും അതിൽ ആരും കള്ളം പറയണ്ട, എല്ലാവരും സത്യം പറഞ്ഞാൽ പോലും നമ്മൾ 5 കഥ കേൾക്കും. അത് തന്നെ അങ്ങനൊരു സൈക്കോളജി ഉണ്ട്. അവർ കാണുന്നതും കേൾക്കുന്നു. ചിലപ്പോൾ ഒരാളുടെ കഥയിൽ ഒരു എക്സ്ട്രാ എലമെന്റ് ഒക്കെ വരും. അപ്പം നമ്മൾ വരും മറ്റേ ആരും അത് കണ്ടില്ല, അതങ്ങനെ അവിടെ വരാൻ സാധിക്കും. അത് ഇയാൾ കള്ളം പറയാൻ വരും. പക്ഷെ അത് ആക്ച്വലി നമ്മുടെ DQനൊരു പേരുണ്ട്, പീരിയോഡിക് സ്റ്റാർ എന്ന്. പുറത്താണ്. അത് തന്നെ. പക്ഷെ പുള്ളിയുടെ ഫേസ് തന്നെ ഭയങ്കരമായിട്ട് ചേരും. ഈ പറയുന്ന മറ്റേ ഇപ്പം മറ്റേ തമിഴിലുള്ള എണ്ണയൊക്കെ തേച്ച ആ ഉള്ള ലുക്ക് പോയല്ലേ. അല്ല ആക്ച്വലി ഇപ്പം ആലോചിച്ചേക്കും, പുള്ളി അവിടെ തെലുങ്കിലാണ് ചെയ്യുന്ന ക്യാരക്ടറെ. അത് കുറച്ചുകൂടെ പുള്ളിക്ക് ഒരു ആക്ടർ എന്ന നിലയിൽ കുറച്ചുകൂടെ പെർഫോം ചെയ്യാൻ ചാൻസ് ഉള്ള പടങ്ങൾ. ഈ സൂപ്പർ സ്റ്റാർഡം എന്നതിനപ്പുറത്തേക്ക് പുള്ളി കുറച്ചുകൂടെ ആക്ടിങ്ങിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് തേടി പോകുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഇതിനു മുമ്പ് ലക്കി ഭാസ്കർ എല്ലാത്തിനകത്തും പുള്ളിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ഞാനിങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ ആണ്, ഒരു ഹീറോ ആണെന്നുള്ളൊരു ആ ലൈനിലല്ല പുള്ളി മറ്റു ഭാഷകളിൽ പോയി അഭിനയിക്കുന്നത്. ഈ 2 പടത്തിലാണെങ്കിലും നായികയെ സെലക്ട് ചെയ്തത് അവരതിനു മുമ്പ് ചെയ്ത അവർക്കൊക്കെ നല്ല റോളുകളാണ്. പുള്ളിക്കാരി മുമ്പത്തേക്ക് കുറച്ച് എന്താ പറയുക, പുള്ളിക്കാരി നന്നായിട്ട് അഭിനയിക്കുന്ന ആളാണ്. ഇതിനു മുമ്പ് 2 പടത്തിലും വലിയ പ്രശ്നമില്ല. പക്ഷേ സംബന്ധിച്ച വെച്ചാൽ പുള്ളിക്കാരി കൊടുക്കുന്ന റോളുകളെല്ലാം മറ്റേ ടിപ്പിക്കൽ ടെംപ്ലേറ്റ് നായികകളായതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ ബെറ്റർ ഇതാണ്. എനിക്ക് ഇടയ്ക്ക് മറ്റേ പുള്ളിക്കാരി കണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കീർത്തി സുരേഷിന്റെ മഹാനടിയില്ലേ, ആ മഹാനടിയിലെ ആ ലുക്ക് കുറച്ച് ഈ ക്ലോസ് ഷോട്ടിലൊക്കെ ഒരേ സ്ഥലത്ത് ആ ഹെയർ സ്റ്റൈലിൻ്റെ ഒക്കെ എനിക്ക് തോന്നുന്നു. ഇനിയിപ്പം ഈ ക്യാരക്ടറും ആ ക്യാരക്ടറും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. 1-2 തമിഴ് ലെജൻസിന്റെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഇപ്പം MR രാധയൊക്കെ ആണെന്ന് തോന്നുന്നു അവർ അന്വേഷിക്കാൻ ശ്രമിക്കുന്നത്. കുറച്ച് പഴയ കുറേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ കണ്ടിട്ടുള്ള കുറച്ച് ആളുകളുടെ മാനറിസംസ് ഒക്കെ കണ്ടു. പിന്നെ ഭാഗ്യശ്രീയുടെ കാര്യം പറഞ്ഞത് പ്രത്യേകിച്ച് മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർഷനിലെ പുള്ളിക്കാരത്തിലൊരു അത് നല്ല രസമുണ്ടായിരുന്നു. മറ്റേ എന്തോ ചിണുങ്ങുന്നോ പോലത്തെ ഒരു സാധനം, അത് മൊത്തത്തിൽ രസമുണ്ടായിരുന്നു പരിപാടി. ഇതാണ് കുറച്ചുകൂടെ പടം കാണണം തോന്നുന്നു. ടീസറിന് നമുക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല, പക്ഷെ ഇത് കാണുമ്പോൾ സംഭവമുണ്ട് പടത്തിൽ എന്ന് തോന്നും. പിന്നെ വിഷ്വലി ഭയങ്കര രസമുണ്ട്, ലൈറ്റിങ്ങും പരിപാടിയൊക്കെ ഒരു നല്ല മൂഡ് തരുന്നുണ്ട് പടത്തിന്. എന്തോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം മാൻ്റെ അങ്ങനെ എന്തൊരു മങ്കാണ് നമ്മുടെ പുള്ളി എടുത്തത് ഫിഞ്ചറാണെന്ന് തോന്നുന്നു. പഴയകാലത്ത് എന്തോ ഒരു സിറ്റിസൺ കെയിന്റെ കഥ. അതിന്റെ ഒരു ഇത് തോന്നിയായിരുന്നു എനിക്ക്. സോ അപ്പോൾ കാന്ത നവംബർ 14 റിലീസാണ്, ഡെഫിനറ്റ്ലി പോയി കാണാം. അപ്പം ലോകയുടെ ഒരു വലിയ വിജയത്തിന് ശേഷം വേഫെയറർ ആൻഡ് DQന്റെ അടുത്തൊരു ഇത് മലയാളം ഡബ്ബുണ്ട് ഇതിന്. സോ നമ്മളിവിടെ മെജോറിറ്റി മലയാളം ഡബ്ബ് തന്നെ ആയിരിക്കും റിലീസെന്ന് തോന്നുന്നു. തമിഴാണ് നല്ലത്. നമുക്ക് മലയാളം ഡബ്ബ് വേണമെന്നില്ല ഇവിടെ റിലീസിന്, തമിഴ് തന്നെ റിലീസാക്കിയാലും മതിയായിരുന്നു. പിന്നെ അറിയില്ല മലയാളം ഡബ്ബ് കൊണ്ട് ഭാഷ ഒരുപാട് അവർ പിടിച്ചിട്ടില്ലല്ലേ പഴയ തമിഴെന്നോ, അതറിയില്ല, ഇല്ലായിരിക്കും കുറച്ചുകൂടെ എല്ലാവർക്കും. സോ അപ്പോൾ കാന്ത നവംബർ 14 റിലീസാണ്, പോയി കാണുക എല്ലാവരും.